3 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന റോഡ് പണിയാണ്. ഇന്ന് രാവിലെ 7 മണി 7:30 ആയപ്പോഴത്തേക്കിനും ഇതിൻ്റെ വർക്ക് ചെയ്തവർ കൊണ്ടുവന്ന് ചെയ്ത് വെച്ചിട്ട് പോയ പണിയായത്. 7:30 ആയപ്പോഴത്തേക്കിനും വലിയ ടോറസ് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ലോഡ് കൊണ്ടുവന്ന് റോഡിൽ നടുക്ക് തട്ടിയിട്ടങ്ങ് പോയി. അപ്പോൾ വരുന്ന വണ്ടിക്കാരും ആൾക്കാരും എല്ലാം ബുദ്ധിമുട്ടുക. ഈ വഴിയെ പോകേണ്ട ആൾക്കാരെല്ലാം ബുദ്ധിമുട്ടുക. കണ്ടോ, വരുന്നവരെല്ലാം തിരിച്ചു പോവാണ്. പിന്നെ രാവിലെ സ്കൂളിൽ പിള്ളേർ ട്യൂഷനും കഴിഞ്ഞിട്ട് സ്കൂൾ കുട്ടികൾ വന്നിട്ട് സൈക്കിളും കൊണ്ട് വന്നതാ ഈ ഓടയ്ക്കകത്ത് വന്ന് മറിഞ്ഞു വീണു. ശകലം വഴി പോലും അവർ ഇട്ടിട്ടില്ല പോകാനായിട്ട്. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗേറ്റ് ശകലം തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനകത്തൂടെ 2 വീലേഴ്സിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ സൈക്കിള് വരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നടന്നു പോകാം. 2 വീലർ ഇതിലെ വഴി കയറ്റാൻ പറ്റില്ല. ഇത് തട്ട ഇവിടെ കണ്ടോ, ഇവിടെ തട്ട. ഇതിലെ വഴി ഇപ്പുറത്തൊരു ഗേറ്റുണ്ട്, ഈ ഗേറ്റിൽ കൂടെ ഇവിടെയും തട്ട. സൈക്കിളിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സൈക്കിളിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലെ വഴി പോകാം. 2 വീലർ ഇതിലെ വഴി കയറ്റാൻ പറ്റില്ല. ഇവിടെയും തട്ട കണ്ടോ, ഇവിടെ വഴി അടച്ചു കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയേക്കുവാണ് മിറ്റിൽ കണ്ടോ. ഇത് അവർ ചെയ്തപ്പോഴത്തേക്കിനും ഒരു മര്യാദ വേണ്ട. ചെയ്തപ്പോൾ എന്തായാലും ഒരു JCB കൊണ്ടുവന്നിട്ട് ഒരു വഴി തെളിച്ചിട്ടിട്ട് ഒരു 2 വീലർ ഇങ്ങനെ പോകുന്ന രീതിയിൽ തെളിച്ചിട്ടുണ്ടായിരുന്നു, വഴി തെളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഈ ഓടയ്ക്കാണെങ്കിൽ അടപ്പ് വിട്ടിട്ടില്ല. അങ്ങനെ വഴി തെളിക്കാതെ അവർ ഉണ്ടാക്കിയിട്ടിട്ട് പോയേക്കുവാണ്. വരുന്ന ആൾക്കാർ മൊത്തം ബുദ്ധിമുട്ടും. ഇപ്പോൾ ഈ വഴി ഇതിപ്പം ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഹരിപ്പാട് നാരാത്തറ മുണ്ടോലിലെന്ന് പറയുന്ന സ്ഥലമാണ്. മുണ്ടോലി മുണ്ടപ്പള്ളി റോഡായത്. ഈ വഴി തന്നെ വലിയകുളങ്ങരയ്ക്ക് പോകുന്ന, നാരാത്തറയിൽ നിന്ന് വലിയകുളങ്ങരയ്ക്ക് പോകുന്നത് ഈ വഴി കൂടെ തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഈ വഴിയാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത്. വരുന്ന ആൾക്കാരെല്ലാം ബുദ്ധിമുട്ട് കണ്ടോ. അപ്പുറത്തുനിന്ന് കാറ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രാവിലെ തൊട്ട് ഇത്ര നേരം കൊണ്ടൊരു 8-10 കാറെങ്കിലും വന്നിട്ട് തിരിച്ചു പോയി. ഓട്ടോ വന്നിട്ട് തിരിഞ്ഞു പോയി. പിന്നെ 2 വീലറുകാർ ഒരുപാട് പേര് വന്നിട്ട് ഇപ്പുറത്തുനിന്ന് തെളിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ അപ്പുറത്തും അതുപോലെ വഴിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തോട്ട് വരും. ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഓടയാണ്. ഇവിടെ നിന്ന് തിരിച്ചങ്ങ് പോകും. അടുത്ത 2 വീലറുകാർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് പെടുക. ഏതായാലും നല്ല ലഡാക്കിലെ സമ്മാനമായിപ്പോയി. 3 വർഷം മുടങ്ങി കിടന്ന റോഡ് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് അവർ വന്നതാണ്. ഇപ്പം പൊടി കൊണ്ടാണെങ്കിൽ ഇവിടെ ഇരിക്കാനും വയ്യ. എന്നാൽ ഈ റോഡ് പണിയുന്നവർ ഇതിന് ഒരു ശകലം വെള്ളം നനച്ചെങ്കിലും ഇടണ്ട ഈ റോഡിൽ, അതും അവർ ചെയ്യത്തില്ല. ഇവിടെ മൊത്തം പൊടിയാണ്. ഈ വണ്ടി ഇന്നലെ കഴുകിയ വണ്ടിയാണ്. അതിൻ്റെ അവസ്ഥ കണ്ടോ, പൊടി പിടിക്കുക മുഴുവൻ. വണ്ടി കഴുകിയിടാൻ പറ്റുന്നില്ല, മുഴുവൻ പൊടി പിടിക്കുക. വീടിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. വീടും മതിലും എല്ലാം പൊടി പിടിക്കുക കണ്ടോ, പൊടിയോട് പൊടിയാണ്. അസുഖങ്ങൾ വിട്ടുമാറുന്നില്ല. എന്ത് കളിയായത്? ഇത് ആരോട് പറയാനാ, ആര് കേൾക്കാനാ? കൊള്ളാം. അതെ, ഇതിലൂടെ പോവാനാ? അതെ, അവരെന്നാ അവര് JCB കൊണ്ടുവന്നിട്ട് ശകലം വഴിയെങ്കിലും തെളിച്ചിട്ട് വന്ന് നോക്ക്. ശകലം വഴി പോലും തെളിച്ചിട്ടിട്ടില്ല. വിളിക്കുമല്ലോ, ഇത് റെക്കോർഡ് ചെയ്യോ, വീഡിയോ റെക്കോർഡ് ചെയ്യോ? ഇപ്പൊ ഒരു 10-15-20 വണ്ടിയോളം കാറുകൾ വന്നിട്ട് തിരിച്ചു പോയി. ഓട്ടോ വന്ന് തിരിച്ചു പോയി. പിള്ളേരെ സ്കൂളിലെ പിള്ളേർ വന്നിട്ട് ഈ ഓടയ്ക്കകത്ത് വന്ന് സ്കൂളിലെ പിള്ളേർ വന്ന് വീണ്, സൈക്കിളുമായിട്ട് വന്ന് വീണ്.
നല്ല പരിപാടിയാണ്. അതെ, വഴി ബ്ലോക്കാക്കി ഇട്ടേക്കുക. ഒരു സൈനിങ്, ഒരു വാർണിംഗ് സൈൻ പോലും വെച്ചിട്ടില്ല. ഒരു റോഡ് ക്ലോസ്ഡ് ബോർഡെങ്കിലും വെക്കണ്ടായിരുന്നു. ഒരു വാർണിംഗ് ബോർഡ് പോലും വെക്കാതെ ആൾക്കാരെ എല്ലാം ബുദ്ധിമുട്ടിക്കുക. ഇത് രാവിലെ 7 മണിക്ക് കൊണ്ട് തട്ടിയിട്ട് പോയതാ. ഇപ്പം സമയം 10 മണി കഴിഞ്ഞ്. ഇതിലെ പോകണ്ട. ഇനി പിള്ളേരൊക്കെ വന്നിട്ട് ഇതിനകത്ത് കണ്ടിപ്പോൾ ഈ ഓടയ്ക്കൊന്നും അടപ്പ് പോലും മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല. ഉണ്ടോ? ഈ അടപ്പ് പോലും ഇടാതെ ഇട്ടേക്കുന്ന ഓട. ഇതിനകത്ത് പിള്ളേരൊക്കെ വന്ന് മറിഞ്ഞു വീഴുക. അതെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ഈ വാതിൽ തുറന്നിട്ട് കൊടുത്ത് ഇതിനകത്തോടെ സൈക്കിളുകാർക്ക് കയറി പോകണമെങ്കിൽ അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകും. 2 വീലറുകാർ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പെട്ടുപോയി. കണ്ടോ? അപ്പോൾ അപ്പുറത്ത് 2 വീലർ വന്നു. പുള്ളിക്ക് കയറി പോകാൻ പറ്റത്തില്ല. എങ്ങനെ കയറി പോകാന്? അവിടെ തട്ട, ആ സ്ലാബ് തട്ട. അത് 2 വീലർ കയറ്റി അടി തട്ടും. കൊള്ളാമല്ലോ. പറഞ്ഞു പോവും. ഓടയാ, കുഴിയാ. 7 മണിക്ക് കൊണ്ടുവന്ന് ചെയ്ത പണിയാ. അതാ 7 മണിക്ക് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. 7 മണിക്ക് കൊണ്ടുവന്ന് റോഡിന് നടുക്ക് കുത്തിയിട്ട് അവരങ്ങ് പോയി. അപ്പുറത്തും എല്ലാം കുത്തിയേക്കും അതുപോലെ. മൂന്നാമത്തെ വർഷം കൊണ്ടൊന്ന് ചെയ്ത് വെച്ച പണി. ഇതിലേയും കയറി കയറ്റി കുഴപ്പമില്ല. അകത്തോടെ കയറി നോക്കിയ അകത്തോടെ കയറി വരായിരുന്നല്ലോ. അതെ, 3 വർഷത്തെ എന്താ ബ്ലോക്കിന് ശേഷം ഇന്ന് 3ാമത്തെ വർഷം വന്നിട്ട് ഉണ്ടാക്കാൻ വന്നവര്. അതെ, ഇതോടുകൂടി അങ്ങ് ശരിയായാൽ മതിയായിരുന്നു. ഒരു അറ്റാക്ക് പേഷ്യൻ്റ് അല്ലെ ഒരു എമർജൻസി ആയിട്ട് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്ത് ചെയ്യും? റോഡിന് നടുക്ക് കൊണ്ടുവന്ന് കോപ്പ് കൊണ്ടുവന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ മിറ്റിലെല്ലാം കൂടെ റോഡിന് നടുക്ക് കൊണ്ടുവന്ന് കുത്തി വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് എങ്ങനെ പോവും? അല്ലെങ്കിൽ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ അല്ലെ ഒരു ഗർഭിണിയായിട്ടുള്ള ആളിനെ കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ റോഡിൽ ചെല്ലുമ്പോഴത്തേക്കിന് തീരുമാനമാകും ആളുടെ കാര്യത്തിൽ. അത്രയ്ക്ക് നല്ല റോഡാണ്. ഇവിടുന്ന് ഈ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നാരകത്തറ വരെ. അവിടം വരെ ചെല്ലുമ്പോഴത്തേക്കിനും ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഈ ഗട്ടറെല്ലാം ചാടി ചെല്ലുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഈ പൊളിച്ചിട്ടേക്കുന്നതിൻ്റെ കൂടെ പോരാനായിട്ടാണ് അതിൻ്റെ പുറത്ത് ഈ മെറ്റിൽ കൊണ്ടുവന്ന് ഈ രാവിലെ തന്നെ കൊണ്ടുവന്ന് 7 മണിക്ക് കൊണ്ടുവന്ന് തട്ടിയിട്ട് പോയതാണ്. അതാണ്ട് ഒരു ഡെലിവറിക്കാരനാണ്ട് വരുന്നത്. പുള്ളിയും പെട്ട്. ഉണ്ടോ? അവരും ചെയ്യത്തില്ല, പേടിക്കണ്ട. ഇവിടെ ആളുള്ളപ്പോൾ അവരും ചെയ്യത്തില്ല. ഇവിടെ ആളുള്ളപ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പം വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് ഈ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കയറി പോകാൻ പോലും പറ്റത്തില്ല. കാര്യം ഇവിടെ പട്ടിയുള്ളതുകൊണ്ട് ഇവിടെ വീട്ടിലാളുള്ളപ്പോൾ അവർ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ആരും ഇല്ലാത്ത സമയത്താണ് ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അവർ അത് ചെയ്യും. കൃത്യമായിട്ട് അവർ ചെയ്യും. ചിലപ്പോൾ ആൾക്കാർക്ക് കടി കിട്ടിയെന്നിരിക്കും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണിപ്പോൾ. പിന്നെ ഇതിൻ്റെ ഓടയുടെ അടപ്പിടുന്ന കാര്യം തന്നെ കണ്ടോ? അടപ്പ് അവിടെ ഇവിടെ കൊണ്ടൊന്ന് ഒപ്പിച്ചിട്ടിട്ട് അങ്ങ് പോയി. ഈ കരാറുകാരൻ പറയുന്നത്, അതായത് പഴയ കരാറുകാരൻ, പുള്ളി ഇട്ടിട്ട് പോയെന്നാണ് കേട്ടത്. പഴയ കരാറുകാരൻ പറഞ്ഞത് ഇത് മുഴുവൻ അടയ്ക്കാനുള്ള തുകയൊന്നും പുള്ളിക്ക് കിട്ടുന്നില്ലെന്നാണ്. അപ്പം നമുക്ക്
അതിനകത്തൊന്നും ചെയ്യാനില്ല ചേട്ടാ എന്നാ പുള്ളി വന്നിട്ട് പറഞ്ഞു. ഉണ്ടോ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഇപ്പം മഴയില്ലാതെ കിടക്കുന്നതുകൊണ്ട് തെന്നുമെന്നുള്ള ഒരു ടെൻഷനില്ല. എന്നാലും അഥവാ തെന്നിപ്പോൾ സ്ലിപ്പാകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾ തലയടിച്ച് അതിനകത്ത് വീഴത്തുള്ളൂ. ഇപ്പം തന്നെ രാവിലെ വന്ന പിള്ളേർ വന്ന് മറിഞ്ഞ് വീണത് നല്ലൊരു വീഴ്ചയായിരുന്നു വന്ന് വീണത്. കൊച്ചുങ്ങൾ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മറിഞ്ഞ് വീണത് ഇതിനകത്താണ് വന്ന് വീണത്. ഞങ്ങൾ കണ്ടില്ല. അതിന് അപ്പോൾ ഈ വീണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത് പിള്ളേർ വീണ് കിടക്കുന്നത്. ഇതിനകത്ത് വന്ന് മറിഞ്ഞ് വീണു കുഞ്ഞുങ്ങൾ സൈക്കിളും കൊണ്ടുവന്ന്. ഏതായാലും കൊള്ളാം. അപ്ഡേഷൻസ് എന്തായാലും വരുവാണെന്നുണ്ടെങ്കിൽ ഇടാം. ഇങ്ങനെ കയറിപ്പോയ്ക്കോ. സൈക്കിൾ ഇതിനകത്തൂടെ കയറ്റ്. അകത്തൂടെ കയറ്റിക്കോണ്ടെങ്കിൽ വാ. ആ തീർച്ചോ. അല്ല അങ്ങോട്ട് പോ, അപ്പുറത്തോട്ട് പോ, അങ്ങനെ പോ. അവിടെ ശകലം സൈഡുണ്ട്. അത് ഇല്ല, ലോഡൊന്നും വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. മറിഞ്ഞ് കുഴിക്കാത്ത പോവും. എങ്ങനെ? ആ അല്ല, അവരുടെ വലിയ ടോറസ് വണ്ടിയായിരുന്നു. വലിയ വണ്ടിയില്ലേ, വലിയ വണ്ടിയായിരുന്നു. അത് തിരിച്ച് ലോഡ് തട്ടാൻ വയ്യാത്തതിന് നേരെ തട്ടിയിട്ട് പോയതാ. ഒരു JCBയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. JCB വരുന്നുണ്ട്. നിരത്താൻ വന്നതല്ലായിരുന്നു. ഇതിനിപ്പോ ഒറ്റ പ്രകൃതിയേ ഉള്ളൂ. എല്ലാവരും ഓരോ JCB അങ്ങ് വാങ്ങിക്കുക അല്ലേ? അതേ ഉള്ളു വഴി. പിന്നല്ല, എല്ലാവരും ഓരോ JCB. വേണ്ട, ഇപ്പൊ JCB കൊണ്ടുവന്ന് ഇറങ്ങിയതാ, കുത്തി ഇറങ്ങിയതാ. വേണ്ട, അവിടെ കുഴിയായി. നീ ടാർ ചെയ്ത് വരുമ്പോ എന്തായാലും അവിടെ കുഴിയാകും. ഞാൻ നോക്കിയിട്ട് ഇതിപ്പോ ഒറ്റ വഴിയേ ഉള്ളു. എല്ലാവരും വീടില്ല, എല്ലാ ആളാം വീതം ഓരോ JCB. അതെ, മുട്ട വണ്ടി. മുട്ട പോകാനാ കറക്റ്റ്. ഇതിനകത്തൂടെ മുട്ട വണ്ടിയാണ് കൊണ്ടുപോകേണ്ടത്. കിഴക്കോട്ടും പോകാൻ പറ്റത്തില്ല. കിഴക്ക് കൊണ്ടുവന്ന് മെറ്റിൽ തട്ടിയിട്ടേക്കുക. അങ്ങേ അറ്റത്ത് ഇതുപോലെ മെറ്റിൽ കൊണ്ടുവന്ന് തട്ടിയിട്ടേക്കുക. കണ്ടോ? അങ്ങേ അറ്റത്ത് ഇതുപോലെ കൊണ്ടുവന്ന് മെറ്റിൽ കൊണ്ടുവന്ന് കുത്തിയേക്കുക. റോഡ് അടച്ച് കൊണ്ടുവന്ന് കുത്തിയേക്കുക. JCBയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നിരത്താൻ വന്നതാന്ന്. JCB വേറെന്തോ കാര്യത്തിൽ വന്നതായിരുന്നു.
തിരിച്ചോ പോകത്തില്ല. തിരിച്ചു വിട്ടോ, അമ്പലത്തിൻ്റെ ഇല വഴി ഇങ്ങനെ കറങ്ങിപ്പോക്കോ. ആ അമ്പലമില്ലേ, നിങ്ങൾക്ക് അങ്ങോട്ടാ വലിയവളവരൊക്കെയാണോ പോകേണ്ടത്? അമ്പലത്തിൻ്റെ ഇല വഴിയേ ആ കാവില്ലേ, ആ കാവിൻ്റെ ഇല വഴി കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇവിടെ ഈ റോഡിൽ വരും. ഇങ്ങനെ കറങ്ങി ഈ റോഡിൽ വരും. ആ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. വർക്ക്ഷോപ്പില്ല അതുവഴി ഇങ്ങനെ ഇതുപോലെ തന്നെ ടാറിങ് ഉണ്ട്. അതേ കൂടെ കയറിട്ടുണ്ട്. ഇവിടെ വരാം, ഇവിടെയും വരാം, അവിടെ അങ്ങനെയല്ല ടാറിങ്ങാണ്. ഇങ്ങനെ അങ്ങോട്ട് ചെറിയ വ്യക്തിഭാഗത്തുണ്ട് അവിടെ, അത് കയറിപ്പോ മക്കിട്ടതാ. ആ വർക്ക്ഷോപ്പിൻ്റെ അതുവഴി ഇങ്ങനെ വരുന്നുണ്ട്. അരവിന്ദത്തിൻ്റെ ഇല വഴി കറങ്ങി വരാം. വീഡിയോ എടുക്കുക, ആർക്കയക്കാൻ? മോദിക്ക് അയക്കുന്നു, അതിലേറ്റവും വലിയ കോമഡി. ഇവിടെ ബ്ലോക്കും ബുദ്ധിമുട്ടുകളും വരുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ നടന്നിട്ട് റോഡിന് നടുക്കൂടെ ജാഥായ സമരം നടത്തും മോദിക്കെതിരെ. അങ്ങനെ വല്ലതും അറിയുന്നുണ്ടോ? അതല്ല, മോദി ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പോൾ പുള്ളിക്കെതിരെ ഇവിടെ ഒന്ന് സമരം ചെയ്തിട്ട് കാര്യമില്ല. അതെങ്ങനെ തന്നെ നടക്കട്ടെ.